സ്നാക്കിലാണ്. അപ്പോൾ നമ്മൾ ഫിഷ് ബിരിയാണിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതെന്റെ സ്നാക്കാണോ, ഞാൻ സ്നാക്ക് കഴിച്ചിട്ടിരിക്കുന്നതാണ്. ഫസ്റ്റ് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയ അരി. ഇത് സവാള, പിന്നെ ഇത് കോക്കനട്ടിന്റെ മിൽക്ക്, പിന്നെ ഇത് വറ്റൽമുളക്, മുളക്, പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ടൊമാറ്റോ, പിന്നെ ഇത് ഇൻഗ്രീഡിയൻസ് റൈസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ബേ ലീഫ്, പിന്നെ ഇത് ഉപ്പിലും മുളകിലും ഇട്ട ചിക്കനാണ്. ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ ചിക്കനാ? അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നുമില്ല, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും. വയസ്സിനകത്ത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ഉള്ളൂ. പിന്നെ കുതിർത്ത ചോറ്, സവാള, ചോറല്ലടാ കുതിർത്ത അരി, സവാള, കൂടി പിടിച്ചേ. ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ തൊട്ട് പറയാൻ പോവാണ്. ഫസ്റ്റ് ഉപ്പും മുളകും മസാലയും കൂടി ചേർത്തിട്ടുള്ള മിക്സ് ചെയ്ത ചിക്കൻ, അത് പച്ചയാണ് കേട്ടോ, നമ്മൾ വറുക്കണം. പിന്നെ ഇത് ബേ ലീഫ്, അതെ ബേ ലീഫ്, അപ്പൊ അത് ആ ലീഫ്. പിന്നെ ഇത് വറ്റൽമുളക്, ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ, കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തത്, അതെ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒനിയൻ, സവാള. ഇനി മതി, ഇനി നമുക്ക് ഉണ്ടാക്കാം. അതെ, ഇനി നമുക്ക് ഉണ്ടാക്കിലോട്ട് പോവാം. അരിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇടേണ്ടത്. ഇൻഗ്രീഡിയൻസ് ഓണിയൻ, പച്ചമുളക്, വറ്റൽമുളക്. ആദ്യം നമുക്ക് നെയ്യ് ഒഴിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. അപ്പോൾ 2 സ്പൂൺ നെയ്യാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യം. അതെ. പിന്നെ നമ്മൾ ഓയിൽ ഒഴിക്കണം. 2 സ്പൂൺ നെയ്യും ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ. അതെ, ഓയിൽ. ഞങ്ങൾക്ക് ഇവിടെ വെളിച്ചെണ്ണയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിക്കാം. ഞങ്ങൾക്ക് ഇവിടെ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഓയിൽ വാങ്ങിയിട്ടില്ല. ഓയിൽ വാങ്ങിയാലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഓയിൽ, ലീഫ്, കറുവപ്പട്ട, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒന്നും അറിയില്ല കേട്ടോ ഗൈസ്. തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. സവാള എടുക്കുന്നു. സവാള, ഓക്കെ. സവാളയാണ് എടുക്കുന്നത്. സവാള കുറേ വേണം കേട്ടോ ഗൈസ്. സവാളയാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട്. സവാളയും പിന്നെ സവാളയും ഫിഷുമാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത്. കാരണം സവാളയാണ് കൂടുതലുള്ളത്. സവാള നിങ്ങൾ കൂടുതൽ എടുക്കണം. ഈ സാധനം എടുക്കണം, 1 കപ്പ് എടുക്കണം കേട്ടോ. സവാള ബ്രൗൺ ആവണം കേട്ടോ ഗൈസ്. മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. അതെ, മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കാണിച്ചു തരാം. ഇനി നമ്മളിത് എല്ലാം ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ 1 ഇഞ്ചി മാത്രം മതി. പിന്നെ 3 വെളുത്തുള്ളി വേണം. ഒരു പച്ചമുളകും വേണം. അതൊക്കെ നമ്മൾ കാണിച്ചു കേട്ടോ. വറ്റൽമുളക്, നമ്മളിവിടെ കൊല്ലമുളകൊന്നും പറയും ഗൈസ്. ഇവിടെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണതെന്ന് നിങ്ങൾ പറയണേ. ഞങ്ങളുടെ ഇവിടെ കൊല്ലമുളകെന്ന് പറയും. എനിക്ക് മര്യാദക്ക് രണ്ട് ഇതെടുക്കണം, കോക്കനട്ട് എടുക്കണം. കോക്കനട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തതുപോലെ എടുക്കണം. 2 ടീസ്പൂൺ കോക്കനട്ട്. 2 ടീസ്പൂൺ കോക്കനട്ട്. കുറച്ചുകൂടെ ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ. കുറച്ച് കോക്കനട്ട് എനിക്കും തരുമോ ഗൈസ്? എനിക്ക് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ ഗൈസ്. ഞാനൊന്ന് തോന്നി എടുക്കട്ടെ കേട്ടോ ഗൈസ്. തോണ്ടി എടുക്കണം. അതെ, കുറച്ച് വെള്ളം ഒഴിക്കണം.
ബ്ലെൻഡ് ചെയ്തെടുക്കണം. തുറന്നു നോക്കുമ്പോൾ നല്ല ബ്ലെൻഡഡ് ആണ്. ഒന്നും കൂടി ഉണ്ടാക്കാം. അതെ, ഒന്നും കൂടി ബ്ലെൻഡ് ആക്കാം. മര്യാദക്ക് ബ്ലെൻഡ് ആയിട്ടില്ല. ബ്ലെൻഡ് ആയിട്ട് കാണാം. അപ്പൊ ഗൈസ് ഓണിയൻ നന്നായിട്ട് ബ്ലെൻഡ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് ഓണിയൻ ബ്രൗൺ ആയിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് ബ്രൗൺ ആയിട്ടില്ല, ഫുള്ളായിട്ട് ബ്രൗൺ ആയിട്ടില്ല. ഫുൾ ബ്രൗൺ ആവാനായിട്ട് കിട്ടും വന്നിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഫുൾ ബ്രൗൺ ആവുമ്പോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരണം അതിന്. നിങ്ങളുടെ നാട്ടിൽ ഈ ഇൻഗ്രീഡിയൻസിനെ എന്തൊക്കെയാണ് പറയണതെന്ന് കമന്റ് ചെയ്യണേ. ഈ ഇൻഗ്രീഡിയൻസിനൊക്കെ എന്താണ് പറയണത് കമന്റ് ചെയ്യണേ. എനിക്ക് അറിയൂല നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ വിളിക്കണമെന്ന്. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. പലവരുടെ നാട്ടിലും പല പേരായിരിക്കും വിളിക്കുന്നത്. ഇനി നമ്മൾ ബ്ലെൻഡ് ആക്കിയ ആ കോക്കനട്ടും മിൽക്കും എല്ലാം കൂടി അങ്ങോട്ട് ബ്ലെൻഡ് ആക്കിയത്, ബ്ലെൻഡർ എടുത്ത സാധനം നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യണം. അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഗൈസ്. മീഡിയം ഫ്ലെയിമിൽ ചെയ്യണം കേട്ടോ. നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിനകത്ത് മുളക് പെരട്ടി ആ മീനൊക്കെ മുളകും ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ പെരട്ടിയ മുളകും മഞ്ഞപ്പൊടിയൊക്കെ പെരട്ടിയ ടൈപ്പുള്ളത് പിന്നെ ആ മീൻ ഇടാം. ഇത് എനിക്ക് പേടിയാണ് നമ്മിടാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കഴിക്കണം പേടിയാണ്. പതുക്കെ ഇളക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കണ്ടിട്ട് കൊതിയാവുന്നുണ്ടാവും. അതിപ്പോ തന്നെ കോക്കനട്ട് മിൽക്ക് മെയിൻ ആയിട്ട് വേണം. അത് മറക്കരുത്. അത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. കോക്കനട്ടും ഓണിയനും മറക്കരുത് കേട്ടോ. അത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറെ എടുത്തേക്കുന്നത്. റൈസിന് മറക്കണ്ട. റൈസിന് എല്ലാവർക്കും അറിയാം. എല്ലാം ഇട്ടെടുത്തടാ. ഞാൻ മൂടാം. അപ്പൊ പിന്നെ നമ്മളിത് മൂടണമല്ലോ. കുറച്ചേരം കൊണ്ടിരുന്ന് വേകട്ടെ. നമ്മളുടെ മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മളുടെ കുതിർത്ത ചോറ് കേട്ടോ, കുതിർത്ത റൈസ് എന്നും പറയാം, കുതിർത്ത റൈസ് എന്നും പറയാം, ചോറെന്നും പറയാം. അപ്പോൾ കുതിർത്ത റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ റൈസ്. പിന്നെ നമ്മൾ പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പയ്യെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിനി പതുക്കെ മിക്സ് ആക്കി കൊടുക്കണം. പതുക്കെ മിക്സ് ആക്കിയില്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ചളങ്കുളോ ആകുമെന്ന് പറഞ്ഞത്. പയ്യെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. പയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പയ്യെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ മിക്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനത്തെ ആണെന്ന് എനിക്ക് അറിയില്ല. എന്താവും എന്തോന്ന് എനിക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കോക്കനട്ട് ഓയിൽ അല്ല, കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. കോക്കനട്ട് മിൽക്ക് നന്നായിട്ട് അതെ കട്ടി കുറഞ്ഞ കോക്കനട്ട് മിൽക്കാണ്. കാരണം ഇത് നല്ല സോഫ്റ്റ് ആണ്. കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് പയ്യെ ഒന്ന് മിക്സ് ചെയ്യണം.
കാരണം എന്നാലും അതിൻ്റെ ഒരു രുചി കിട്ടുള്ളൂ. കോക്കനട്ട് മിൽക്ക് നിങ്ങൾ ഒഴിക്കാൻ മറക്കരുത്, കാരണം ഇതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള സാധനം. നമ്മള് ഹാഫ് കപ്പ് റൈസാണ് എടുത്തത്, അതിന് ഹാഫ് കപ്പ് കോക്കനട്ട് മിൽക്ക്. അത് തന്നെ ഹാഫ് കപ്പ്. അമ്മേ, ഈ ബിരിയാണിയിൽ മെയിൻ ആയിട്ട് വേണ്ട സാധനം ഏതാ? എന്ത് മെയിൻ ആയിട്ട് വേണ്ട സാധനം? ബിരിയാണിയിൽ എല്ലാ സാധനങ്ങളും വേണോടാ, മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇതൊന്ന് ഇങ്ങനെ ഒരു തിളച്ച് കഴിയുമ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വെക്കണം. പിന്നെ നമ്മളുടെ റെഡിയാണ് കേട്ടോ ബിരിയാണി. 20 മിനിറ്റ് ഇത് വെച്ചാൽ മതി, കാരണം കുറച്ച് മിനിറ്റ് മതി കേട്ടോ ഈ ബിരിയാണി ആവാൻ. ഇത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് ഇച്ചിരി ഉപ്പും ഇടണം ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മൾ ഷെഫാണ്, അപ്പോൾ ഒരു ഇത്തിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പും ഇടണം. എന്നിട്ട് ഒരു നമ്മളിപ്പോൾ ഇതിനകത്ത് എരിവ് കുറച്ച് ഇട്ടേക്കണേ, കാരണം കുഞ്ഞിന് കഴിക്കണ്ടേ. എനിക്കും കഴിക്കണം കേട്ടോ, കാരണം എനിക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കിയത്. മാത്രമല്ല വീഡിയോ കൂടി എടുക്കാൻ മെയിനായിട്ട് ഉണ്ടാക്കി. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ അവസാനത്തെ പാർട്ട് ബിരിയാണി ആയിട്ടുണ്ട്. നല്ല വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിയാണ്, അപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബാക്കി ഇവിടെ നിന്ന് പിടിക്കും. ഇനി അമ്മ ഇത് മൊത്തം പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. എങ്ങനെയായിരിക്കും ടേസ്റ്റ് ഒന്നും എനിക്ക് പിടിയും കിട്ടുന്നില്ല, അതെനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു ചോറേ ഞാൻ ടേസ്റ്റ് ചെയ്യണുള്ളൂ. ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ബിരിയാണിയാണ്. ഞാൻ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്, മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും പുതിയ വീഡിയോ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് കുറച്ച് ചോറും ചേച്ചി തരും ചെല്ലി ഗൈസ്. അപ്പോൾ ഞാൻ അനിയത്തിക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. അനിയത്തിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല, അനിയത്തിയും കൂടി ഇഷ്ടപ്പെട്ടിട്ട് നോക്കാം. അനിയത്തിക്ക് അല്ലെങ്കിൽ തന്നെ ഈ ഫിഷ് ബിരിയാണി ഇഷ്ടമാണ്, നമ്മൾ മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഗൈസ്. ഇതെന്തായാലും നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോക്ക് മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ് നിങ്ങൾ. അപ്പോൾ ഇതെന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.